യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ആഴ്ചകളായി നമ്മൾ റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നുള്ള ചിന്തയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ബൃഹത്തായി ദൈവത്തിൻ്റെ ആത്മാവ് എവിടേക്കൊക്കെയാണ് നമ്മെ നയിക്കുന്നതെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ദൈവത്തിനായി പ്രയോജനപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. അതിൽ തന്നെ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വരങ്ങളാൽ നമ്മെ നിറച്ച് കൂടുതൽ മികവോടുകൂടെ, അതേ നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇന്നു മുതൽ നമ്മൾ ഈ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളിലൂടെയാണ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നോക്കൂ, വളരെ മനോഹരമായൊരു വാക്യമാണ്. ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. അതായത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുമ്പോൾ പഴയ നിയമത്തിൽ, അതായത് യഹൂദന്മാരായ ആളുകൾക്ക് പഴയ നിയമത്തിൽ ദൈവം കൊടുത്തതായ പ്രമാണം, അതിനെ നമ്മൾ ന്യായപ്രമാണം എന്നാണ് വിളിക്കുന്നത്. ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത, ആ ന്യായപ്രമാണം ആളുകളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ ബോണ്ടേജ് എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നു മാത്രമല്ല, എപ്പോഴും അവിടെ ഭയമായിരുന്നു ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ കേവലം ന്യായപ്രമാണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ ലോകത്തിലുള്ള നിയമങ്ങൾ, മതനിയമങ്ങൾ, ഇവയെല്ലാം തന്നെ ന്യായപ്രമാണം എന്ന പോലെ മനുഷ്യരെ കൂടുതൽ ബദ്ധരാക്കുന്നതും അതേപോലെ തന്നെ ഭയം ഉളവാക്കുന്ന അവസ്ഥയിൽ ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ ഉള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകൾ വളരെ ഭയത്തിൻ്റെ അടിമത്തത്തിലാണ് പലപ്പോഴും. ഇതേ ഒരു സ്വാധീനം ക്രൈസ്തവ മേഖലയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്. എന്തെന്നാൽ പുതിയ നിയമത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സന്ദേശം, ക്രിസ്തു നമ്മളിൽ വരുത്തിയതായ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം പോലും ആളുകൾ ഭയത്തോടുകൂടെ കേൾക്കണമെന്നും അതേപോലെ തന്നെ ഭയത്തോടുകൂടെ ദൈവത്തെ സേവിക്കണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഉപദേശങ്ങളുണ്ടെന്നുള്ള കാര്യവും നമ്മൾ ഈ സമയത്ത് മറക്കരുത്. ദൈവത്തെ ഭയത്തോടെ സേവിക്കുവിൻ, വിറയലോടെ അവനെ അന്വേഷിക്കുവിൻ എന്നൊക്കെ നമ്മൾ വാക്യങ്ങളൊക്കെ എടുത്തായിരിക്കും അത് പലപ്പോഴും പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, പുതിയ നിയമത്തിൻ്റെ ഉപദേശത്തിൻ്റെ വലിയൊരു പ്രത്യേകത നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ പുത്രത്വത്തിൻ്റെ ആത്മാവോടുകൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ മക്കളെ കൊണ്ടല്ലോ, പുത്രന്മാരെ കൊണ്ടല്ലോ, പുത്രിമാരെ കൊണ്ടല്ലോ, അവർ നമ്മുടെ ഭവനത്തിൽ പേടിച്ചാണോ ജീവിക്കുന്നത്? അല്ല, പേടിച്ചല്ല ജീവിക്കുന്നത്. മറിച്ച് അവരുടെ പിതാവിനോടും മാതാവിനോടും ഉള്ള ഇൻറ്റിമസി ആൻഡ് എ ജോയ്ഫുൾ റിലേഷൻഷിപ്പ്, അടുപ്പവും അതേപോലെ തന്നെ സന്തോഷകരമായ ബന്ധത്തിലാണ് അവർ ജീവിക്കുന്നത്. അവിടെ ശാസനയുണ്ടോ? ശാസനയുണ്ട്. പക്ഷേ ആ ശാസന എന്ന് പറയുന്നത് അത് ഒരു നന്മയ്ക്കും അനുഗ്രഹത്തിനുമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ശിക്ഷിക്കുമ്പോൾ അന്നേരം ഞാൻ ചിന്തിക്കുന്നത്, അപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് എന്നെ അടിക്കുന്നതൊക്കെ. പക്ഷേ ഏതാനും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ, അല്ല 1-2 ദിവസം കഴിയുമ്പോൾ, കൂടുതൽ അപ്പനെ സ്നേഹിക്കുവാൻ ആ ശിക്ഷ എന്നെ പ്രാപ്തനാക്കുന്നു. നമ്മൾ ഒരു പാട്ട് പാടുന്നില്ലേ? ബാലശിക്ഷ ചെയ്യുമെൻ അപ്പനെങ്കിലും ചേലൊടും സ്നേഹം കുറഞ്ഞു പോയിട, നന്മയെ തൻകരം നൽകുമെൻ ഈശനിൽ എൻ മനം വിശ്രമം പ്രാപിച്ചിടും. എത്ര മനോഹരമായ വരികളാണ്! ആ വരികളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന ബാലശിക്ഷ, ഒരപ്പൻ മകനെ ശിക്ഷിക്കുന്ന പോലെ തന്നെ അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കപ്പെടുക. അതേപോലെ തന്നെയാണ് ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല എന്ന് മാത്രമല്ല, അത് നമ്മളെ ബോണ്ടേജിലേക്ക് കൊണ്ടുപോകുന്നതല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ പോലും, അതെ, ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞവരായ ആളുകളുടെ ഇടയിൽ പോലും ഇങ്ങനെയുള്ള ബോണ്ടേജിലേക്ക് നമ്മുടെ ഉപദേശങ്ങളെയും
അതേപോലെ തന്നെ നമ്മുടെ പഠിപ്പിക്കലുകളെയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആളുകളെ പഠിപ്പിക്കേണ്ടത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ആ സ്നേഹം നമ്മൾ അനുഭവിക്കണ്ടേ? ആ സ്നേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന പോലെ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രയും നിങ്ങൾ പ്രാപിച്ചത്. അപ്പോൾ ഇവിടെ പ്രധാനമായും വേണ്ടത് നമുക്ക് ദൈവത്തോട് ഉള്ള ഒരു ഇൻറ്റിമസിയാണ്, അതേപോലെ തന്നെ ഒരു ജോയ്ഫുൾ റിലേഷൻഷിപ്പാണ്. അവിടെ ഭയത്തിന് യാതൊരു വിധമായ സ്ഥാനമില്ല. നമ്മൾ ദൈവത്തെ ബഹുമാനത്തോടുകൂടെ അവനെ ആരാധിക്കുമ്പോൾ തന്നെ അവനോടുള്ള ആ അടുപ്പവും അതേപോലെ തന്നെ സന്തോഷകരമായ ജീവിതവുമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വിഭാവനം ചെയ്യുന്നത്. അതിലേക്കുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വാക്യത്തിൽ പറയുന്ന പോലെ നമ്മൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, പിന്നെയും എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ന്യായപ്രമാണത്തിൽ നിങ്ങൾ ഭയപ്പെട്ടു ജീവിച്ചു. ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് ദൈവത്തോട് സംബന്ധമില്ലായിരുന്നു, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, അതുകൊണ്ട് നിങ്ങൾ ഇനി പിന്നെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളൊരു പുതിയ പ്രമാണത്തിലേക്ക്, അതേ ദൈവം ഒരുക്കുന്നതായ പുതിയ ഉടമ്പടിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ ഇനി ദാസ്യത്തിൻ്റെ ആത്മാവല്ല. പഴയ നിയമത്തിൽ ന്യായപ്രമാണം അനുസരിക്കുന്നവരെല്ലാം നുകത്തിൻ്റെ കീഴിൽ ദാസന്മാരായിരുന്നു. നമ്മളിനി അങ്ങനെ ദാസന്മാരല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിനി ദാസന്മാരുമല്ല, ദാസിമാരുമല്ല, മറിച്ച് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സന്ദേശത്തിലേക്ക് കടന്നു വരുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്തോടുള്ള ബന്ധം, ആ ഇൻറ്റിമസി എന്ന് പറയുന്നത് സ്നേഹത്തോടുകൂടെയുള്ള, സന്തോഷത്തോടുകൂടെയുള്ള ജീവിതമാണ്. കർത്താവ് യേശുക്രിസ്തു നമുക്ക് ഒരു മാതൃക വയ്ക്കാനല്ലേ ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുക്രിസ്തുവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? യേശുക്രിസ്തു പിതാവിനോടുള്ള ബന്ധത്തിലായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചത്. പിതാവിനെ എപ്പോഴും കർത്താവ് യേശുക്രിസ്തു വളരെ അടുപ്പത്തോടുകൂടെ, അതേപോലെ തന്നെ അവർ തമ്മിലുള്ള ബന്ധം വളരെ ജോയ്ഫുള്ളായിരുന്നു, സന്തോഷകരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത്, ഓ, യേശുക്രിസ്തുവിനെ പോലെ എനിക്ക് പിതാവായ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലേക്ക് വരാനൊന്നും സാധിക്കില്ല. അങ്ങനെയല്ല. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലാകുന്നു. ക്രിസ്തുവിലാകുമ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് ഈ പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക്, ആ ഇൻറ്റിമസിയിലേക്ക്, ജോയ്ഫുൾ റിലേഷൻഷിപ്പിലേക്ക്, സന്തോഷകരമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. നമ്മൾ അടുത്ത ദിവസങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ, പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ വാസ്തവമായിട്ടും ദാസ്യ ആത്മാവിൻ്റെ കീഴിലാണോ? അതോ നിങ്ങൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ദാസ്യത്തിൻ്റെ ആത്മാവിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഭയത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തോട് അടുത്തുള്ള ബന്ധമോ ദൈവത്തോടുള്ള സന്തോഷകരമായ ബന്ധമോ ഉണ്ടാകാതെ അതേ ഭീതിയുടെ അനുഭവത്തിൽ എപ്പോഴുമായിരിക്കും. എന്നാൽ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, അതിനെല്ലാം വിടുതൽ പ്രാപിച്ച് അതെ ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ഇന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് ഈ ചിന്ത തുടർമാനമായി കൊണ്ടുപോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെ ഞങ്ങളിൽ അങ്ങ് തന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മാനസികമായ പീഡകളിലൂടെയോ വ്യഥകളിലൂടെയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയാൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. തുടർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അതേ കർത്താവിനോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ ഭയപ്പെടാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.